100 ഭീകരർ തന്നെയാണോ കൊല്ലപ്പെട്ടെന്നുള്ള കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. കാരണം അതിൽ തന്നെ ജോൺ ബ്രിട്ടാസ് എം പി പിന്നീട് മാധ്യമങ്ങളോട് വിശദീകരിച്ചത് ഇക്കാര്യത്തിൽ ഒരു പ്രാഥമികമായ വിവരമാണ് രാജ്നാഥ് സിംഗ് പങ്കുവച്ചത്. അതോടൊപ്പം തന്നെ പ്രതിപക്ഷം ഉന്നയിച്ച ചില കാര്യങ്ങൾ ജോൺ ബ്രിട്ടാസ് എം പി ചൂണ്ടിക്കാട്ടിയത്, അതായത് ഒന്ന്, പ്രത്യേക പാർലമെൻറ്റ് സമ്മേളനം ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട്, പഹൽഗാം ആക്രമണവുമായി ബന്ധപ്പെട്ട് പ്രത്യേക പാർലമെൻറ്റ് സമ്മേളനം വിളിക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ മസൂദ് അസറിനെ വിട്ടുകിട്ടുന്നതുമായി ബന്ധപ്പെട്ടതാണ്. 1999 NDA ഭരിക്കുന്ന കാലത്താണ് മസൂദ് അസറിനെ പാകിസ്ഥാൻ വിട്ടു നൽകുകയും ചെയ്തത്. ആ മസൂദ് അസർ ആണ് ഇത്ര കാലവും വലിയ തരത്തിലുള്ള ഇന്ത്യക്കെതിരെയുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ വഹിക്കുകയും ചെയ്തത്. ആ മസൂദ് അസറിനെ വിട്ടുകിട്ടുന്നതിന് എന്ത് നടപടി എടുത്തിട്ടുണ്ട് എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. ആ ചോദ്യം സർവകക്ഷി യോഗത്തിൽ ഉന്നയിക്കുകയും ചെയ്തു. പ്രതിപക്ഷം ഉന്നയിച്ച പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്താണ്? പാർലമെൻറ്റ് സമ്മേളനം, അതോടൊപ്പം തന്നെ മസൂദ് അസറിൻ്റെ വിഷയം അടക്കമുള്ള കാര്യങ്ങൾ ഒരേ സമയം പിന്തുണ അറിയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ ചെയ്യേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. അക്കാര്യങ്ങളിൽ എന്താണ് പ്രതിപക്ഷം നിലപാട് വ്യക്തമാക്കിയത്? തീർച്ചയായും സിജു, ഈ പ്രതിപക്ഷം വലിയ പിന്തുണ അറിയിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പോലും മറ്റു ചില കാര്യങ്ങൾ, ഇത് സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട, പ്രതിരോധ സംവിധാനവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പ്രതിപക്ഷ പാർട്ടിയുടെ നേതാക്കളടക്കം ഈ സർവകക്ഷി യോഗത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഏറ്റവും പ്രധാനമായി ആദ്യം പറയേണ്ടത് പാർലമെന്റ് സമ്മേളനം തന്നെയാണ്. ഇത് പെഹൽഗാം ആക്രമണം ഉണ്ടായതിന് തൊട്ട് പിന്നാലെ തന്നെ പ്രതിപക്ഷം ആവശ്യപ്പെട്ടതാണ് ഒരു പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിക്കണമെന്ന്. അന്നും അത് കേന്ദ്ര സർക്കാർ നിരസിക്കുന്ന സാഹചര്യമാണ്. അത് കൂടിയാലോചനകൾക്ക് ശേഷം പറയാമെന്ന് ആവർത്തിച്ചു. ഇന്ന് നടന്ന സർവകക്ഷി യോഗത്തിലും പ്രതിപക്ഷം അക്കാര്യം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അതിലൊരു മറുപടി, വ്യക്തമായൊരു മറുപടി ലഭിച്ചില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം ഇന്ത്യൻ സേനയ്ക്ക് നേരെ കടുത്ത പ്രകോപനം ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഉയരുന്നുണ്ട്. ആ വിഷയവുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ പ്രതിപക്ഷ പാർട്ടികൾ ചൂണ്ടിക്കാണിക്കുകയുണ്ടായിരുന്നു. ഇന്ത്യയുടെ 5 ഫൈറ്റർ വിമാനം അടക്കം നശിപ്പിച്ചു എന്ന തരത്തിലേക്കുള്ള പ്രസ്താവനകളും അവകാശവാദവുമായി പാകിസ്ഥാൻ രംഗത്ത് വരുന്നുണ്ട്. അതിൽ ഒരു വ്യക്തത കുറവില്ല. അതിൽ എന്താണ് പറയാനുള്ളത് എന്ന കാര്യങ്ങൾ പ്രതിപക്ഷം ചോദിക്കുന്ന സാഹചര്യമുണ്ടായി. അതോടൊപ്പം തന്നെയും നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള മസൂദ് അസർ ഉൾപ്പെടെയുള്ള ഭീകരവാദിയെ ഇന്ത്യക്ക് വിട്ടുകിട്ടുന്നതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം പ്രതിപക്ഷം യോഗത്തിൽ ചൂണ്ടിക്കാണിച്ചു. 1999 ഇതുപോലെ NDA സർക്കാർ വിട്ടയച്ച ആളാണ്. അതിനുശേഷം അയാൾ ഭീകരവാദ പ്രവർത്തനം നടത്തുന്നു. പൂർണ്ണമായും ഇന്ത്യക്കെതിരെ വലിയ തിരിച്ചടികൾ ഉണ്ടാകുകയും ഭീകരർ ഇന്ത്യയിലേക്ക് കടന്നു വന്നുകൊണ്ട് ആക്രമണം നടത്തുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരം അയാളെ വിട്ടുകിട്ടുന്ന നടപടി സംബന്ധിച്ച് എന്തെങ്കിലും ഉണ്ടാകുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടി പ്രധാനമായും ഈ യോഗത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ജമ്മു കാശ്മീർ ജനത ഇപ്പോൾ അനുഭവിക്കുന്ന വലിയ പ്രശ്നമുണ്ട്. ഈ ഭീകരാക്രമണത്തിന് പിന്നാലെ തന്നെ വലിയ ഐക്യദാർഢ്യവുമായി അറിയിച്ചുകൊണ്ട്, അല്ലെങ്കിൽ രാജ്യത്തിന്റെ സുരക്ഷ സംബന്ധിച്ചൊക്കെ ഒറ്റക്കെട്ടായി നിൽക്കുമെന്ന് പറഞ്ഞവരാണ് ഈ ജമ്മു കാശ്മീർ ജനത. അതുകൊണ്ട് തന്നെ ആ സ്ഥലം സന്ദർശിക്കാൻ വേണ്ടി ഒരു സർവകക്ഷി സംഘത്തെ അയക്കണമെന്നുള്ള ആവശ്യം കൂടി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഈ യോഗത്തിൽ. അത് ആ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു കൃത്യമായ വിവരമോ അല്ലെങ്കിൽ ഒരു മറുപടിയോ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ലെങ്കിൽ പോലും അത് പരിഗണിക്കാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ള പ്രതികരണം തന്നെയാണ് വരുന്നത്. മറ്റ് കണക്കുകൾ സംബന്ധിച്ച്, ഈ ഭീകരരെ വധിക്കാനായി എന്നുള്ള മറ്റ് കണക്കുകൾ സംബന്ധിച്ച് ഒരു അവ്യക്തത ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത് സംബന്ധിച്ച ഈ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ എത്ര പേരാണ് മരണപ്പെട്ടത് എന്നുള്ള കണക്ക് ചോദിക്കുന്നത്. അതിനുള്ള മറുപടിയായിട്ടാണ് ഒരു പ്രാഥമിക വിവരങ്ങൾ നൽകിയത്.